സുലൈമാൻ നബി 90 ഭാര്യമാരോടൊപ്പം ക്ഷയിച്ചുവെന്നെല്ലാം പറയുന്ന ഹദീസുകൾ ബുഖാരിയിലുണ്ടല്ലോ. ഇതെല്ലാം പ്രവാചകന്മാരെ മോശമായി ചിത്രീകരിക്കാനായി ശത്രുക്കൾ ഉണ്ടാക്കിയ കഥകളല്ലേ? ഹദീസുകൾ വിശ്വാസയോഗ്യമല്ലെന്നല്ലേ ഇതെല്ലാം കാണിക്കുന്നത്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 100 ഭാര്യമാരെന്നും ചില റിവായത്തുകളുണ്ട്. ഏതായിരുന്നാലും ഇത്രയും ഭാര്യമാരുമായി ബന്ധപ്പെടുവാനുള്ള കഴിവും അള്ളാഹു നൽകി. ഇത് ഹദീസ് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രശ്നം? പരിശുദ്ധ ഖുർആനിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ വ്യത്യസ്തങ്ങളായ കഴിവുകളെ, മോജിസത്തിൻ്റെ ഭാഗമായി നൽകിയ കഴിവുകളെ അതെടുത്ത് പറയുമ്പോൾ അതേപോലെ അദ്ദേഹത്തിന് ഇത്രയും ഇണകളെ വെച്ച് പൊറുപ്പിക്കുവാനുള്ള കഴിവ് നൽകി എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ആ ഒരു ഹദീസുകളെ നിഷേധിക്കുവാനുള്ള മാനദണ്ഡമാവുക? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട നിരവധി സവിശേഷതകളിൽ ഒരെണ്ണമാണ് അദ്ദേഹത്തിൻ്റെ ഇണകളുടെ എണ്ണത്തിൻ്റെ ആധിക്യവും എന്നാണ് ഹദീസുകൾ പറയുന്നത്. അതിൽ യാതൊരു കുഴപ്പമില്ല. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹമായി അദ്ദേഹത്തിന് നൽകപ്പെട്ടതാണ് എന്നുള്ളതാണ് വാസ്തവം.